ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് ASL Traders, Alimukkad, Punalur. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, അയൺ ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് മനോള. പ്രധാന വാർത്തകൾ. ഉറുകുന്നു സർവീസ് സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കെതിരെ സഹകാരികൾ രംഗത്ത്. ബാങ്കിലേക്ക് സഹകാരികളുടെ മാർച്ചും ധരണയും. ചാലിയക്കരയിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ എസ്റ്റേറ്റ് മാനേജരെ തടഞ്ഞുവച്ചു. പുനലൂർ നഗരസഭയിലെ ഇടതുപക്ഷ കൌൺസിലർമാർക്ക് മണിയാറിൽ സ്വീകരണം നൽകി. ചടങ്ങ് അഡ്വക്കേറ്റ് കെ രാജു MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സഹകാരികളുടെ എണ്ണം വെട്ടിക്കുറച്ചതായി ആരോപിച്ച് സഹകാരികൾ മാർച്ചും ധരണയും സംഘടിപ്പിച്ചു. 18,000 സഹകാരികളാണ് ആകെ ഉള്ളത്. ഇതിൽ 12,000 പേരെ വെട്ടിക്കുറച്ചതായാണ് ആരോപണം. ധർണ പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു.
ഉറുകുന്നു സർവീസ് സഹകരണ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാലാവധി അവസാനിച്ചതായുള്ള അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് രജിസ്ട്രാറെ ചുമതലപ്പെടുത്തിയ സാഹചര്യത്തിൽ ഉറുകുന്നു സർവീസ് സഹകരണ ബാങ്കിലെ സഹകാരികളുടെ എണ്ണം വെട്ടിക്കുറച്ച അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് സഹകാരികൾ ഉറുകുന്നു സർവീസ് സഹകരണ ബാങ്കിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിച്ചത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത കനത്ത പോലീസ് കാവലിലാണ് മാർച്ചും ധരണയും സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് സഹകാരികളുടെ അകമ്പടിയോടെ ഉറുകുന്നു ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ബാങ്കിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് CPI നേതാവ് കെ ശശിധരന്റെ അധ്യക്ഷതയിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു ധർണ ഉദ്ഘാടനം ചെയ്തു. തെന്മലയിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമാണ് ഉറുകുന്നു ബാങ്ക്. ഇതിനെ തകർക്കുവാനുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. അഴിമതിയും കൈയിട്ടുവാരലും നടത്തുവാൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ശ്രമിക്കുകയും LDF അനുഭാവികളായ സഹകാരികളെ ബോധപൂർവ്വം ഒഴിവാക്കി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും ലിസ്റ്റിൽ നിന്നും ഒരാളെയെങ്കിലും ഒഴിവാക്കിയാൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും MLA മുന്നറിയിപ്പ് നൽകി. നമ്മുടെ തെന്മല പഞ്ചായത്തിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമാണ്. പഞ്ചായത്തിന് പോലും ഇത്രയും ധനകാര്യ ഇടപാടുകൾ കൈകാര്യം ചെയ്യാനുള്ള ഫണ്ട് അവിടെ ലഭിക്കുന്നില്ല. മറ്റ് ഒരു സർക്കാർ സ്ഥാപനങ്ങൾക്കും ഈ പഞ്ചായത്തിൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇത്രയും ഫണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. സാധാരണക്കാരെ ഏറ്റവും അധികം സഹായിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ധനകാര്യ സ്ഥാപനം എന്ന പേരെടുത്ത ഈ ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ബാങ്കായി മാറിയ ഉറുകുന്നു സഹകരണ ബാങ്കിനെ അതിനെ തച്ചു തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിലൂടെ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നേതാക്കന്മാർക്കും ഓരോ ബാങ്ക് രജിസ്റ്റർ ചെയ്ത് തന്നിട്ടില്ലേ? അവിടെ നിയമനം നടത്തിയാൽ പോരെ? അവിടെ കൈയിട്ട് വാരിയാൽ പോരെ? ഇവിടെ സാധാരണക്കാരുടെ സ്വത്തായിട്ടുള്ള ഈ സാധാരണക്കാരുടെ ബാങ്കായിട്ടുള്ള ഈ ഉറുകുന്നു സർവീസ് സഹകരണ ബാങ്കിൽ കൈയിട്ട് വാരുന്നതിനും തോന്നിയാസം നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള അധികാരം കൈയാളുക എന്നുള്ള അത്യാർത്ഥിയോടുകൂടി അവർ രംഗത്ത് വന്നിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് മാത്രമല്ല, ഈ സംഘത്തിൽ അംഗത്വമുള്ള ആരെയെങ്കിലും അർഹരായിട്ടുള്ള ആളുകളെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയാൽ ആ ലിസ്റ്റ് നിയമവിരുദ്ധമായിട്ടുള്ള ലിസ്റ്റാണ്. ആ ലിസ്റ്റ് അംഗീകരിക്കാൻ കഴിയില്ല. ആ ലിസ്റ്റ് UDF അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ലിസ്റ്റാണ്. ഉറുകുന്നു സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇവിടെ അംഗത്വമെടുത്തിട്ടുള്ള ജീവിച്ചിരിക്കുന്ന മുഴുവൻ അംഗങ്ങളെയും അവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലിസ്റ്റ് ആയിരിക്കണം പുറത്തുപോയത്. അതിലെന്തെങ്കിലും വ്യത്യാസം വന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കാർ ബാങ്കിൽ നിന്ന് പുറത്തു പോകത്തില്ല എന്ന് ഈ അവസരത്തിൽ അവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എന്ന പേരിൽ ഇപ്പോഴിവിടെ അധികാരം കൈയാളുന്ന ആ കാപ്പറ്റ്യ സമിതിയെ പരമാവധി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. അവിഹിതമായി ഉദ്യോഗസ്ഥരെ നിയമിക്കാനും തിരികെ കയറ്റാനുമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ശ്രമം ഇടതുപക്ഷം തടഞ്ഞപ്പോൾ സമയബന്ധിതമായി തിരഞ്ഞെടുപ്പ് നടത്താതെ കാലാവധി നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നടത്തിയത്. അനധികൃത നിയമനം നടത്താനും തോന്നിയ പോലെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാനും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ആരാണ് അധികാരം നൽകിയതെന്നും MLA ചോദിച്ചു. അവിഹിതമായി ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാനും തിരികെ കയറ്റാനും ഒക്കെയുള്ള ശ്രമം നടന്നപ്പോൾ അതിനുള്ള അധികാരം യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കില്ല. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടന്ന സമരം ഈ ബാങ്കിന്റെ എക്സിക്യൂട്ടീവായ സെക്രട്ടറിയും അതുപോലെ തന്നെ ഭരണസമിതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അവരും മറന്നുപോയോ എന്ന് ആദ്യമേ തന്നെ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് നടത്താതെ കഴിയുന്നിടത്തോളം നീട്ടിക്കൊണ്ടുപോയി ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് കിട്ടുന്ന കാലാവധി മുഴുവൻ ഭരണത്തിൽ വന്ന ആ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കാരുടെ ഇഷ്ടാനുസരണം സ്വന്തക്കാരെ തിരികെ കയറ്റാനും ഖജനാവിൽ കൈയിട്ട് വാരാനും സംഘത്തിന്റെ ഖജനാവിൽ കൈയിട്ട് വാരാനും തോന്നിയതുപോലെ ടെൻഡർ നടപടികളും മറ്റും നടത്തിക്കൊണ്ട് തോന്നിയതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ ആരാണ് അധികാരം തന്നത് എന്ന് ചോദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക.
ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് സംസ്ഥാന സർക്കാർ ഉറുകുന്നു സർവീസ് സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിയമനത്തിലൂടെ നടപ്പിലാക്കിയത്. ഇത് സഹകരണ വകുപ്പ് മന്ത്രിയുടെ പിടിപ്പുകേടാണ്. മന്ത്രിയെ റബ്ബർ സ്റ്റാമ്പാക്കി ഗ്രൂപ്പ് നേതാക്കളാണ് വകുപ്പ് ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ബാങ്കുകൾ അനുവദിച്ചതെന്നും സഹകരണ ബാങ്കുകൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസുകാർ പേപ്പർ സംഘടനകൾ ഉണ്ടാക്കുന്നതായും MLA ആരോപിച്ചു. ഈ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുൻ കമ്മിറ്റിയിലെ അംഗങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് സഹകാരികളോ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ആളുകളെ ഒക്കെ ചേർത്ത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒക്കെ ചേർത്ത് അങ്ങനെ നോക്കാതെ അവരിൽ ഇതിന് യോഗ്യർ എന്ന് കരുതുന്ന ആളുകളെ ഒക്കെ ചേർത്തുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഭരണപക്ഷമോ പ്രതിപക്ഷമോ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ചെറിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അതിനുവേണ്ടി രൂപീകരിച്ചാൽ മനസ്സിലാക്കാം. അങ്ങനെയാണോ ഈ ഗവൺമെന്റ് ചെയ്യുന്നത്? തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനമല്ലേ ഈ ഗവൺമെന്റ് എത്രയോ നാളുകളായി സ്വീകരിച്ചു വരുന്നത്? കേരളത്തിൽ UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിൽ വളരെ പരിണിതപ്രജ്ഞനായ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ശ്രീമാൻ CN ബാലകൃഷ്ണൻ സഹകരണ വകുപ്പിന്റെ ചുമതല. അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ, കോൺഗ്രസിന്റെ തന്നെ സഹൃദരായിട്ടുള്ള നേതാക്കൾ ഒരാള്, സഹകരണ രംഗത്ത് തന്നെ തൃശ്ശൂരിൽ അധികായനായിട്ടുള്ള അദ്ദേഹത്തെ ഈ സഹകരണ മേഖലയുടെ അധ്യക്ഷനായി അല്ലെങ്കിൽ സഹകരണ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായി കിട്ടിയപ്പോൾ സത്യത്തിൽ ഞാൻ കരുതിയത് ഇവിടെ പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടൊന്നുമില്ലാതെ സാമാന്യന സഹകാരികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും, ഉറുകുന്നിലടക്കം കേരളത്തിലൊട്ടാകെ അങ്ങനെ ചെയ്യും എന്നാണ് കരുതിയത്. പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് മാത്രമാണ് മന്ത്രിക്ക് അവിടെയുള്ള സ്ഥാനം. അദ്ദേഹം അവിടെ ഇരിക്കും. കാര്യങ്ങൾ നിർവഹിക്കുന്നത് തെന്മലയിലെ ശശിധരനാണ്. ഉറുകുന്നുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സഹകരണ ബാങ്കുകളെ നിയന്ത്രിക്കുന്നത് കോൺഗ്രസിന്റെ കൊല്ലം ജില്ലയിലെ DCC ആണ് കൊല്ലത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവർക്ക് വിവരം കൊടുക്കുന്നത് ഇവരാണ്. ഇന്നത്തെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കാർ, അതിന്റെ നേതാക്കന്മാരാണ് വിവരം കൊടുക്കുന്നത്. അവർക്ക് എന്താണ് പണി? സഹകരണ ബാങ്കുകളുടെ ഭരണം പിടിക്കാൻ, ജില്ലാ സഹകരണ ബാങ്കിന്റെ ഭരണം പിടിക്കാൻ, സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ഭരണം പിടിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ ചെയ്യലാണ്. കോൺഗ്രസിന്റെ ഒരു വിഭാഗം ആളുകൾക്ക് UDFന്റെ ഒരു വിഭാഗം ആളുകളുടെ ജോലി എന്നുള്ളത് നാം കണ്ടതാണ്. അതാണ് അവരുടെ പണി. അതിന്റെ ഭാഗമായി പേപ്പർ സംഘങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ ഈ പത്തനാപുരം താലൂക്കിൽ എത്ര പേപ്പർ സംഘങ്ങൾ ഉണ്ടാക്കി? നമുക്കറിയാം, സമാന സ്വഭാവമുള്ള ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ ഉണ്ടാക്കാൻ പാടില്ല. ഒരു ബാങ്ക് നിലനിൽക്കുമ്പോൾ ആ ബാങ്കിന്റെ അതിർത്തിയിൽ സമാന സ്വഭാവത്തിലുള്ള ബാങ്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. ഞാൻ ചോദിക്കുന്നു, ഉറുകുന്ന തന്നെ ഇവരുടെ നേതൃത്വത്തിൽ, UDFന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള വേറൊരു ബാങ്കുണ്ട്. പുനലൂരിൽ പുതിയൊരു ബാങ്ക് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്തു. അതിന് 3-4 മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്തു. ശ്രീമാൻ പുനലൂർ മധുവിനൊരു ബാങ്ക്, ശ്രീമാൻ ഭാരതീയ ശശിക്കൊരു ബാങ്ക്, ശ്രീമാൻ നമ്മുടെ തെന്മല ശശിക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തോറ്റ അദ്ദേഹത്തിനൊരു ബാങ്ക് എന്ന് വേണ്ട. ഓരോ കോൺഗ്രസിന്റെ യൂണിറ്റുകൾക്കും കോൺഗ്രസിന്റെ ഗ്രൂപ്പുകൾക്കും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും സഹകരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ബാങ്കുകൾ അനുവദിക്കുന്നത് എന്ത് ചട്ടമനുസരിച്ചാണ് ഉമ്മൻചാണ്ടി? ഉറുകുന്നു സഹകരണ ബാങ്ക് ഭരണസമിതിയെ പിരിച്ചുവിട്ട ഉത്തരവിനെതിരെ LDF കോടതിയെ സമീപിച്ചപ്പോൾ മുൻപുണ്ടായിരുന്ന ഭരണസമിതിയെ തലസ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. എന്നാൽ ഈ ഉത്തരവ് അട്ടിമറിക്കപ്പെട്ടു. വിഷയം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മന്ത്രിക്ക് പോലും ബോധ്യമില്ലാതെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് മനസ്സിലായതായും MLA ചൂണ്ടിക്കാട്ടി. ഈ ഉറുകുന്നു സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനമെടുത്തതിന് ബദലായി ഈ ഭരണസമിതി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം നിയമപരമായി ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾ എടുത്തതിന്റെ ഭാഗമായി പറയുകയുണ്ടായി. നേരത്തെ ഉണ്ടായിരുന്ന ഭരണസമിതിയെ തൽസ്ഥാനത്ത് പുനഃസ്ഥാപിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിടുകയുണ്ടായി. തൽസ്ഥാനത്ത് പഴയ ഭരണസമിതിയെ തന്നെ പുനഃസ്ഥാപിച്ച് ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ പുനഃസ്ഥാപിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി ഉത്തരവിട്ടത്. അപ്പീൽ പോയ നിങ്ങൾ ഇവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിനെതിരെ നിന്ന ആളുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട നിവേദനവുമായി ബഹുമാനപ്പെട്ട നമ്മുടെ കോഓപ്പറേറ്റീവ് മന്ത്രി ശ്രീമാൻ CN ബാലകൃഷ്ണനെ ഞാൻ നേരിട്ട് സമീപിച്ചാണ്. അദ്ദേഹം ആദ്യം ചോദിച്ചത്, ഈ വേണ്ടാത്ത പണിക്കൊന്നും പോകരുതെന്ന്. എന്റെ മുമ്പിൽ വെച്ച്
എന്റെ കൂടെ ഡാനിയൽ സാറുമുണ്ട്, ഇവിടുത്തെ ഭരണസമിതിയിലെ ചില അംഗങ്ങളുമുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മന്ത്രിക്ക് പോലും ബോധ്യമില്ലായിരുന്നു ഈ ശശിധരനും കൂട്ടരും ഇവിടെ നടത്തുന്ന ഇത്തരം കള്ളക്കളികൾക്ക് കൂട്ടുനിൽക്കാൻ യഥാർത്ഥത്തിൽ മന്ത്രിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ കൊല്ലം DCC നേതാക്കന്മാരെ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ ശശിധരനും കൂട്ടരും ഇവിടെ നടത്തിയ രാഷ്ട്രീയ കളിയുടെ ഭാഗമായിട്ടാണ് തോമസ് തന്നെ ഞങ്ങളെ വിളിച്ച്, മന്ത്രി ശാസിച്ച തോമസ് തന്നെയാണ് മന്ത്രി ഓഫീസിൽ നിന്ന് വിളിച്ച് കൊല്ലത്ത് പറഞ്ഞത്, രജിസ്ട്രാറെടുത്ത് കൊല്ലത്ത് ജോയിന്റ് രജിസ്ട്രാറെടുത്ത് പറഞ്ഞത് പിരിച്ചുവിടാൻ അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ധരണയ്ക്ക് CPM തെന്മല ഏരിയ കമ്മിറ്റി അംഗം T ചന്ദ്രാനന്ദൻ സ്വാഗതം പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, CPI പുനലൂർ മണ്ഡലം സെക്രട്ടറി C അജയപ്രസാദ്, CPM പുനലൂർ ഏരിയ സെക്രട്ടറി S ബിജു, പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി സെബാസ്റ്റ്യൻ, തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈലജ, വൈസ് പ്രസിഡന്റ് L ഗോപിനാഥപിള്ള, R ശ്രീനിവാസൻ, A ജോസഫ്, രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ജുവലേഴ്സ് ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റാർ, റാന്നി. തലവൂർ തൃക്കുന്നമർകോട് ദേവീക്ഷേത്രത്തിലെ കൊടിമര നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ദാരു പ്രണാമവും തകർച്ച ഛേദനവും സംഘടിപ്പിച്ചു. ചലച്ചിത്രതാരം ഭീമൻ രഘു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊടിമരം നിർമ്മിക്കുന്നതിനായി ക്ഷേത്രസന്നിധിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തേക്കിൽ ഈർച്ചവകൾ കൊണ്ട് അറുത്തെടുക്കുന്ന ചടങ്ങാണ് ക്രകച ഛേദനം. ക്ഷേത്രസന്നിധിയിൽ നടന്ന ചടങ്ങ് ചലച്ചിത്രതാരം ഭീമൻ രഘു ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു.
ഉദ്ഘാടന സമ്മേളനത്തിൽ നിരവധി ഭക്തിഗാനങ്ങൾ ആലപിച്ചാണ് ഭീമൻ രഘു ഉദ്ഘാടനം നിർവഹിച്ചത്. നിന്റെ നടക്കിൽ ഞാൻ സാഷ്ടാംഗം നമിക്കും നീതാ സമാധി കൊള്ളും സച്ചിന്മയ സംഹാരാധിപ സമസ്താപരാധവും ക്ഷമിക്കുക. നമ്മളെ എന്തെങ്കിലും തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ അത് അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ മക്കൾ അത് പരിഹരിച്ച് തന്നിരിക്കും. അത് യാതൊരു സംശയമില്ല. 1 രൂപ മുതൽ നിങ്ങൾക്ക് എത്ര വരെ കൊടുക്കാൻ സാധിക്കും? അതിന് ഒരു ഗ്ലാസ് എണ്ണയായാലും മതി. അത് അമ്മയുടെ എണ്ണത്തോണിയിൽ കൊണ്ടൊഴിക്കുക. അത് മനസ്സ് നിറഞ്ഞ് നിങ്ങൾ കൊണ്ടൊഴിച്ചാൽ ആ അമ്മ തീർച്ചയായിട്ടും അമ്മയും അച്ഛനും ആ മക്കളും നിങ്ങളെ തീർച്ചയായിട്ടും കണ്ടിരിക്കും. അതാണ് പറയുന്നത്, എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ വിഘ്നേശ്വരനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ചെയ്യാൻ. ഒന്നാം തരം അവളെ കണ്ടു. തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ സ്ഥാപിച്ചു കഴിയുമ്പോൾ ഈ അമ്മയുടെ പവർ കുറെ കൂടെ കൂടും എന്നാണ് വിശ്വാസം. ഞാൻ വിചാരിച്ചു ഇപ്പൊ അമ്മയ്ക്ക് പവറില്ലെന്നല്ല, അമ്മ ഇപ്പൊ നല്ല സുന്ദരിയായിട്ട് മിടുക്കിയായിട്ടിരിക്കുകയാണ്. അത് ഇവിടുത്തെ പൂജാരി ആരാണെന്ന് എനിക്കറിയില്ല, നന്നായിട്ട് പൂജ. ചടങ്ങിൽ ദേവസ്വം പ്രസിഡന്റ് ടി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സിനിമാ സീരിയൽ താരം വിഷ്ണുറ മുഖ്യ അതിഥിയായിരുന്നു. ദേവസ്വം സെക്രട്ടറി ടി ബാലകൃഷ്ണൻ, മാനേജർ കെ ഗംഗാധരൻ പിള്ള, വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ, ഖജാൻജി സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് സാക്ഷികളാകാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ തടിച്ചുകൂടിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചാലിയക്കരയിൽ തോട്ടം തൊഴിലാളികൾക്ക് 16% ബോണസ് വിതരണം ചെയ്യുവാനുള്ള എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. എസ്റ്റേറ്റ് മാനേജരെ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ തടഞ്ഞുവച്ചു. തോട്ടം തൊഴിലാളികൾക്ക് 16% ബോണസ് വിതരണം ചെയ്യുവാനുള്ള എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചും ചാലിയക്കര AVT എസ്റ്റേറ്റ് മാനേജരെ വിവിധ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ തടഞ്ഞുവച്ചു. പ്രതിഷേധ സമരം ശക്തമായതോടെ 16% ബോണസ് വിതരണം നിർത്തിവയ്ക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചു. 20% ബോണസ് വിതരണം ചെയ്യണമെന്ന ട്രേഡ് യൂണിയനുകളുടെ ആവശ്യം ലേബർ കമ്മീഷനുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. ചാലിയക്കര AVT എസ്റ്റേറ്റിൽ മാനേജ്മെന്റും ട്രേഡ് യൂണിയൻ പ്രതിനിധികളും ചർച്ച നടത്തിയിരുന്നു. എന്നാൽ 16% ബോണസ് നൽകാൻ തീരുമാനിച്ച വിവരം ചർച്ചയിൽ മാനേജ്മെന്റ് വ്യക്തമാക്കാതെയാണ് തുക തൊഴിലാളികൾക്ക് നൽകി തുടങ്ങിയത്. ഇതാണ് തിങ്കളാഴ്ച രാവിലെ തൊഴിലാളികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ലേബർ കമ്മീഷനുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് ബോണസ് വിതരണം ചെയ്യരുതെന്ന വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ മാനേജ്മെന്റിനോട് നോട്ടീസിലൂടെ അറിയിപ്പ് നൽകി. തുടർന്നായിരുന്നു ഉപരോധ സമരം. പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി S ജയമോഹൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. തെന്മല SI രാജേഷ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. CPM പുല്ലൂർ ഏരിയ സെക്രട്ടറി S ബിജു, വിവിധ യൂണിയൻ നേതാക്കളായ A പ്രകാശ്, S രവീന്ദ്രൻപിള്ള, റജി ജോൺസൺ, ചെല്ലപ്പൻ, സുരേന്ദ്രൻ, ഗിരീഷ്, നൌഷാദ്, രമേശൻ, കൃഷ്ണകുമാർ, മുരുകൻ, രാജേന്ദ്രൻ എന്നിവരും സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. 20% ബോണസ് അനുവദിക്കണമെന്നാണ് യൂണിയൻ പ്രതിനിധികൾ ആവശ്യപ്പെട്ടത്. തുടർന്ന് നിലവിലെ ബോണസ് വിതരണം നിർത്തിവയ്ക്കാൻ മാനേജ്മെന്റ് തയ്യാറായി. ഇതേ തുടർന്ന് ഇന്നത്തെ സമരം അവസാനിപ്പിച്ചതായും CPM പുല്ലൂർ ഏരിയ സെക്രട്ടറി S ബിജു അറിയിച്ചു. ട്രേഡ് യൂണിയൻ നേതാക്കളെ ബോധ്യപ്പെടുത്താതെ ചർച്ച കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കകം വിവിധ ഡിവിഷൻ ഓഫീസുകളിൽ ആയി എസ്റ്റേറ്റ് മാനേജറുടെ ഉത്തരവ് പതിക്കുകയാണുണ്ടായത്. 20% ബോണസിന് അർഹതപ്പെട്ട തൊഴിലാളികൾക്ക് 16% ബോണസ് നിജപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ട്രേഡ് യൂണിയനുകളുമായിട്ട് ആലോചിച്ചല്ല എന്നുള്ളത് വളരെ ഗൌരവകരമായിട്ടുള്ള ഒരു തൊഴിലാളി ദ്രോഹ നടപടിയായിട്ടാണ് CITUവും തൊഴിലാളി സംഘടനകളും മറ്റിതര തൊഴിലാളികളും സംഘടനകളുമെല്ലാം അതിനെ കാണുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉത്തരവ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 20% ബോണസ് നൽകാൻ മാനേജ്മെന്റ് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ എസ്റ്റേറ്റ് മാനേജറെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ തൊഴിലാളികൾ തടഞ്ഞുവെക്കുകയുണ്ടായി. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന സമരത്തിനൊടുവിൽ തെന്മല പോലീസ് സബ് ഇൻസ്പെക്ടർ കൂടി പങ്കെടുത്ത ചർച്ചയ്ക്കൊടുവിൽ ബോണസ് വിതരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനും ഏറ്റവും അടുത്ത ദിവസം തന്നെ യൂണിയനുകൾ ലേബർ കമ്മീഷണർക്ക് കൊടുക്കുന്ന നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നതിനും ധാരണയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്കുള്ള ട്രോഫി വിവിധ സ്കൂളുകളിൽ പര്യടനം നടത്തി. ട്രോഫിയുടെ പര്യടന ഉദ്ഘാടനം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ MA അഗസ്റ്റിൻ നിർവഹിച്ചു.
സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് 24-ന് കൊല്ലത്ത് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി ഒന്നാമനെ കാത്തിരിക്കുന്ന കൂറ്റൻ ട്രോഫി വിവിധ സ്കൂളുകളിൽ പര്യടനം നടത്തി. വൈകിട്ട് കൊല്ലത്ത് എത്തിച്ചേർന്നു. പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ട്രോഫിയുടെ പര്യടന ഉദ്ഘാടനം സംഘടിപ്പിച്ചത്. കൊല്ലം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ AN അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അശ്രാന്ത പരിശ്രമം ആവശ്യമുണ്ട്. അങ്ങനെ ഇത് ആദ്യ വർഷം തന്നെ നമുക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വലിയ ട്രോഫി ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ട്രോഫി കമ്മിറ്റി ചെയർമാനും പ്രദർശന യാത്രാ ക്യാപ്റ്റനുമായ PS ഗോപകുമാർ ട്രോഫി ഏറ്റുവാങ്ങി. സ്കൂൾ PTA പ്രസിഡന്റ് P വിജയൻ അധ്യക്ഷത വഹിച്ചു. പുനലൂർ DEO K ആനന്ദകുമാർ, AEO R ഉണ്ണികൃഷ്ണൻ, പ്രിൻസിപ്പൽ K ഹരികുമാരൻ പിള്ള, ഹെഡ്മിസ്ട്രസ് K രമാദേവി, ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് നസീമ ബീബി, സ്റ്റാഫ് സെക്രട്ടറി M ആരിഫ ബീബി, PS ഗോപകുമാർ, അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 4 അടി ഉയരമുള്ള കൂറ്റൻ ട്രോഫിയാണ് ഒന്നാമതായി എത്തുന്ന ശാസ്ത്ര പ്രതിഭകളെ കാത്തിരിക്കുന്നത്. സ്കൂൾ മേളയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയരം കൂടിയ ട്രോഫി എന്ന ബഹുമതി കൂടി ഈ ട്രോഫി സ്വന്തമാക്കി കഴിഞ്ഞു. പ്രശസ്ത ശില്പി പ്രദീപ് ഡിഗ്നിറ്റിയാണ് ട്രോഫി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ട്രോഫിയുടെ ഏറ്റവും അടിയിലായി ലോകം കണ്ട പ്രമുഖ ശാസ്ത്രജ്ഞന്മാരായ അമർത്യ സെൻ, CV രാമൻ, ശ്രീനിവാസ രാമാനുജൻ, APJ അബ്ദുൽ കലാം എന്നിവരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച യാത്ര വൈകിട്ട് കൊല്ലത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ശബരിമല സീസൺ ആരംഭിച്ചതോടെ പത്തനാപുരത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ഇക്കുറി സ്പെഷ്യൽ പോലീസിന്റെ സേവനവും ലഭ്യമായിട്ടില്ല. വാഹനങ്ങൾ നിയന്ത്രിക്കാൻ സിഗ്നൽ സംവിധാനമോ ആവശ്യത്തിന് പോലീസോ ഹോംഗാർഡുകളോ ഇല്ലാത്തതാണ് ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം. മുൻ വർഷങ്ങളിൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനും ശബരിമല തീർത്ഥാടകരുടെയും പൊതുജനങ്ങളുടെയും സഹായത്തിനുമായി ശബരിമല സ്പെഷ്യൽ പോലീസിനെ പത്തനാപുരം ടൌണിലും നിയമിച്ചിരുന്നു. എന്നാൽ ഇക്കുറി ഇതുവരെ സ്പെഷ്യൽ പോലീസിന്റെ സേവനം ലഭ്യമാക്കിയിട്ടില്ല. പത്തനാപുരം ടൌണിൽ ഏറ്റവും തിരക്കേറിയ സമയമായ മണ്ഡലകാലത്ത് പത്തനാപുരം CI ഉൾപ്പെടെ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും ശബരിമല മേഖലയിൽ ഡ്യൂട്ടി നൽകിയതും ഏറെ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പത്തനാപുരത്ത് കല്ലുംകടവ് മുതൽ നടക്കുന്നു വരെ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആകെ 2 ഹോംഗാർഡുകളുടെ സേവനം മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. മിക്ക സമയങ്ങളിലും മണിക്കൂറുകളോളം ഗതാഗത തടസ്സം നേരിടാറുണ്ട്. പത്തനാപുരത്ത് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പത്തനാപുരം ടൌണിലെ പഴയ കെട്ടിടത്തിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചെങ്കിലും പ്രവർത്തനം കാര്യക്ഷമമല്ല. പൊതുജനങ്ങൾക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനായി ടൌണിന്റെ വിവിധ ഭാഗങ്ങളിൽ സീബ്ര ലൈൻ സ്ഥാപിച്ചിരുന്നെങ്കിലും അതൊന്നും ഇപ്പോൾ നിലവിലില്ലാത്തതും ശ്രദ്ധേയമാണ്. ടൌണിലെ ഗതാഗത നിയന്ത്രണത്തിനായി കൊട്ടിഘോഷിച്ച് വൺ വേ സംവിധാനം ഒരുക്കിയെങ്കിലും അതും പ്രയോജനമായിട്ടില്ല. പത്തനാപുരം ടൌണിലെ ഗതാഗത പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികാരികൾക്ക് കഴിയുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭയിൽ നിന്നും വിജയിച്ച LDF കൌൺസിലർമാർക്ക് മണിയാറിൽ സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് K രാജു MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭയിൽ നിന്ന് വിജയിച്ച LDF കൌൺസിലർമാർക്ക് മണിയാറിൽ സ്വീകരണം നൽകി. 20 വാർഡുകളിൽ നിന്നും വിജയിച്ച കൌൺസിലർമാർക്കാണ് സ്വീകരണം നൽകിയത്. സംഘാടക സമിതി കൺവീനർ ജഗന്നാഥന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പ്രദേശത്തെ പ്രവർത്തകന്മാരും നേതാക്കളും ആലോചിച്ച് ഇത്തരം ഒരു വിപുലമായ സമ്മേളനം ചേരാൻ വേണ്ടി തീരുമാനിച്ചു. സ്വാഭാവികമായും മുനിസിപ്പാലിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള യോഗങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനൊരു തുടക്കം കൂടിയാണ് ഈ മണിയാറിൽ ആരംഭിച്ചത്. പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ CI2 ജില്ലാ സെക്രട്ടറി S ജയമോഹൻ, ജോർജ് മാത്യു, S ബിജു, K രാധാകൃഷ്ണൻ, D ധർമ്മരാജൻ, ഷാജി ജാജി എന്നിവർ സംസാരിച്ചു. കൌൺസിലർമാരായ MA രാജഗോപാൽ, V ഓമനക്കുട്ടൻ, K രാജശേഖരൻ, സുഭാഷ് ശ്രീനാഥ്, K പ്രഭ, ഗ്രേസി ജോൺ, B സുജാത, സുശീല രാധാകൃഷ്ണൻ, ഇന്ദുലേഖ, സിന്ധു ഗോപകുമാർ, സബീന സുധീർ, ലളിതമ്മ, സിന്ധു, സുജ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ.
മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. ഫോൺ 0475220357. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. ഫോൺ 0475 2271 341 ഓധാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. വരിക, യേശുക്രിസ്തു നിങ്ങളെ വിടുവിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന സമത്വ മുന്നേറ്റ യാത്ര ഡിസംബർ 3-ന് കൊല്ലത്ത് എത്തിച്ചേരുമെന്ന് SNDP പത്തനാപുരം യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. 100 പ്രവർത്തകർ യാത്രയ്ക്ക് വരവേൽപ്പ് നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു. പത്തനാപുരം യൂണിയനിൽ നിന്നും വനിതാ സംഘം പ്രവർത്തകരടക്കം 100 പ്രവർത്തകർ സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് വരവേൽപ്പ് നൽകുമെന്ന് യൂണിയൻ പ്രസിഡന്റ് ആദങ്കോട് ഷാജി, ബിജു ചെന്നിലമ്മൻ എന്നിവർ ലൈവ് വാർത്തയോട് പറഞ്ഞു. 3-ാം തീയതി പത്തനാപുരം SNDP യൂണിയന്റെ നേതൃത്വത്തിൽ യൂണിയന്റെ കീഴിലുള്ള 35 ശാഖായോഗങ്ങളുടെ പ്രധാന ഭാരവാഹികൾ ആ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കുന്നതും അതിനുവേണ്ടുന്ന ക്രമീകരണങ്ങൾ യൂണിയനിൽ തന്നെ ചെയ്തിട്ടുള്ളതും ഡിസംബർ 4-ാം തീയതി രാവിലെ പത്തനാപുരം SNDP യൂണിയന്റെ കീഴിലുള്ള വിവിധ ശാഖകളിൽ നിന്നുള്ള യൂത്ത് മൂവ്മെന്റിന്റെ 100ഓളം പ്രവർത്തകർ ബൈക്കുകളിൽ കൊല്ലത്ത് നിന്നും തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി വരെ ഈ സമത്വ മുന്നേറ്റ യാത്രയെ അനുഗമിക്കുന്നത്. ഡിസംബർ 5-ാം തീയതി രാവിലെ പത്തനാപുരം SNDP യൂണിയന്റെ കീഴിലുള്ള 35 ശാഖായോഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ രാവിലെ 10 മണിക്ക് ശാഖായോഗങ്ങളുടെ ആസ്ഥാനത്ത് നിന്നും തിരിക്കുന്നത്. അവർ ആയൂർ കേന്ദ്രീകരിച്ചതിന് ശേഷം 11 മണിയോടുകൂടി ആയൂരിൽ നിന്നും സമാപന സമ്മേളന സ്ഥലമായ തിരുവനന്തപുരം ശംഖുമുഖത്തേക്ക് തിരിക്കുന്നതുമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉറുകുന്നു സർവീസ് സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കെതിരെ സഹകാരികൾ രംഗത്ത്. ബാങ്കിലേക്ക് സഹകാരികളുടെ മാർച്ചും ധരണയും. ചാലിയക്കരയിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ എസ്റ്റേറ്റ് മാനേജരെ തടഞ്ഞുവച്ചു. പുനലൂർ നഗരസഭയിലെ ഇടതുപക്ഷ കൌൺസിലർമാർക്ക് മണിയാറിൽ സ്വീകരണം നൽകി. ചടങ്ങ് അഡ്വക്കേറ്റ് കെ രാജു MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.